Hi guys! ഇനി നമുക്ക് കൊറിയൻ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്റ്റെപ്പ് ഒന്നും നമ്മുടെ ഫേസിൽ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. വെറും ഒരേ ഒരു സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് ഗ്ലോ ആൻഡ് സോഫ്റ്റ് സ്കിന്നായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. മാത്രമല്ല നമുക്ക് ബോണസായിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും പാടുകളെല്ലാം പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഈ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അത് എന്താണെന്ന് കണ്ടാലോ. ഗൈസ്, നമ്മളിവിടെ ഒരു സ്ക്രബാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. സ്ക്രബ് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നല്ല. പക്ഷെ നമ്മുടെ ഈ ഒരു സ്ക്രബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കാം കേട്ടോ. 1-2 ദിവസങ്ങൾ ഇത് ഉപയോഗിച്ച് വരാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് കണ്ടല്ലോ, അവിലാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് സ്ക്രബ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു ബൗള് അവിലെടുത്തിട്ടുണ്ട്. വൈറ്റ് അവിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കളറായിട്ടുള്ള അവിലായതുകൊണ്ട്, അതായത് എനിക്ക് തോന്നുന്നു ഇത് മട്ടരി കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള അവിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളർ കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ വൈറ്റ് റൈസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അവിൽ ഒരു മിക്സി ബൗളിനകത്തിട്ട് പൊടിച്ച് കൊണ്ടുവരുന്നുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ച് കൊണ്ടുവരാം. ചെറിയ രീതിക്ക് തരിതരായിട്ട് കിടന്നാലും ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം നമ്മളിത് കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഇത് സ്ക്രബായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കിത് ഡെയിലി ഉപയോഗിച്ചാലും കുഴപ്പം വരുന്നില്ല എന്നുള്ളത്. സ്ക്രബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഡ് സെൽസ് കളയാൻ വേണ്ടിയിട്ടാണ്. സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ആണെങ്കിൽ പോലും നമുക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അവിൽ സ്ക്രബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിക്കാൻ പറ്റില്ല ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരും ഡെയിലി ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. 1-2 ദിവസങ്ങളിൽ വേണം ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു അവിലിനകത്തേക്ക് നമ്മൾ പാല് കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അവിൽ നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് പാല് മിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം റോസ് വാട്ടർ കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പാലും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ടും ആ ഒരു പാല് തന്നെയാണ് ഇതിനകത്ത് കുതിർക്കാനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇത്രയും 2 ടേബിൾ സ്പൂൺ അവിലെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇത് പാല് നമ്മൾ ഒഴിക്കും തോറും നന്നായിട്ട് കുതിർന്ന് വരുന്നുണ്ട്. നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നതോടെ നമുക്ക് പാലത് പോരാതെ വരെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ ആ ഒരു ആവശ്യാനുസരണം നിങ്ങളതങ്ങ് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്തേക്ക് പാല്, അവിലിൻ്റെ പൗഡർ, അതുപോലെ തന്നെ ഗ്ലിസറിൻ ആഡ് ചെയ്തു. ഇനി നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആവശ്യാനുസരണം പാലൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഫേസിലേക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ടിപ്പ്, ഞാൻ ഇനി പറയാൻ പോകുന്ന ടിപ്പ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇരട്ടി റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഫേസിൽ. ഓക്കെ, ഇത് ഫേസിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലൊരു പാക്കാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ റൈസ് ഉപയോഗിച്ചിട്ടാണ് ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസ് വാട്ടർ, റൈസ് പാക്ക് അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും റൈസ് തന്നെയാണ്, പക്ഷേ അത് വേറൊരു രീതിക്കാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഞാൻ എൻ്റെ ഫേസിലേക്ക് ഡയറക്റ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി റിസൾട്ട് ആയിരിക്കും. ഞാനത് ചെയ്യുന്നില്ല, ഫേസിൽ ചെയ്ത് കാണിക്കുന്നില്ല. കാരണം ആ ഒരു ടെക്നിക്കായിട്ട് ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പണി കിട്ടും. കാരണം മുന്നേ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയതാണ്. അതിനെപ്പറ്റി വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് ആ റിസ്ക് ഞാനിവിടെ എടുക്കുന്നില്ല. കാരണം എൻ്റെ സ്കിന്നിലേക്ക് എനിക്കറിയാം അത് ചേരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാതെ ഈ ഒരു പാക്ക് മാത്രം ഡയറക്റ്റായിട്ട് അങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഇത് എന്ന് പറയുന്നത് ഓയിൽ അപ്ലൈ ചെയ്യലാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ, ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതും എൻ്റെ സ്കിന്നിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഓയിലാണ്. ബട്ട് നമുക്കിത് ഡയറക്റ്റായിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മുഖക്കുരു വരും. ഇത് എന്തിൻ്റെയും കൂടെ എനിക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതല്ല, എനിക്ക് ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് അവിടെ കുരു പൊന്തും. അപ്പോൾ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ടിപ്പ് സ്കിപ്പ് ചെയ്യണം, എൻ്റെ ഫേസിൽ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, കാരണം ഒത്തിരി പേർക്ക് എണ്ണ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ ആയിരിക്കും കേട്ടോ. ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ ആയിരിക്കും. അപ്പോൾ എണ്ണ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും താഴോട്ട്, സ്കിന്നിൻ്റെ താഴോട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. എപ്പോഴും മേൽ നോക്കി വേണം നിങ്ങൾ സ്കിന്നിന് ഈ ഒരു ഓയിൽ മസാജ് കൊടുക്കാനായിട്ട്. താഴോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യും, തൂങ്ങും, ഒത്തിരി നമുക്ക് വയസ്സായ ഒരു ഫീൽ വരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ മേലോട്ട് നോക്കിയിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ ഓയിൽ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അത് ഉപയോഗിച്ച് 2-3 മിനിറ്റ് അത് മസാജ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു പാക്ക് അങ്ങ് അതിന് മീതെ അപ്ലൈ
അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എണ്ണ ചേരുന്നവർ ഇതങ്ങ് ചെയ്തു വരിക. അതല്ല എന്നെപ്പോലെ എണ്ണ ചേരാത്ത ആൾക്കാർ, ഡയറക്റ്റായിട്ട് ഫേസിൽ എണ്ണ ചേരാത്തവർ ആ ഒരു ഓയിലിൻ്റെ ആ കാര്യം സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇത് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ വേണം ചെയ്യാനായിട്ട്. നിങ്ങൾ ഇതുപോലെ അങ്ങ് കുറച്ചങ്ങ് പൗഡർ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി. ആരും ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ബേബി സോഫ്റ്റ് സ്കിന്നായിരിക്കും കിട്ടുക. ഇത് പോകെ നമുക്കൊരു 3 ഡേയ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോയിങ് ഒക്കെ ലുക്ക് നമുക്ക് കാണും. ഫസ്റ്റ് ഡേയിൽ തന്നെ നമുക്കിത് ചെയ്യുന്ന സമയത്ത് ചിലർക്കെങ്കിലും ആ ഒരു ഗ്ലോയിങ് ലുക്ക് കിട്ടും കേട്ടോ. എല്ലാവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, ചിലർക്കെങ്കിലും ആ ഒരു ഗ്ലോയിങ് ലുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 1-2 ദിവസങ്ങൾ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള റിസൾട്ടായിരിക്കും. ഈ ഒരു ഗ്ലോയിങ് സ്കിന്നും സോഫ്റ്റ് സ്കിന്നും മാത്രമല്ല, നമ്മുടെ ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷനും പാടുകളെല്ലാം തന്നെ നമുക്കതങ്ങ് പോയി ക്ലിയർ സ്കിന്നായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഗൈസ്, ഇത് ഒരു തവണ എനിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.